ഈ പണി അങ്ങോട്ട് മടുക്കാണ് കനക മനുഷ്യന്. ദിവസവും ഈ യൂണിഫോം ഇട്ടിട്ട് വന്നിട്ട് ഈ വയറ് വലിക്കലും പോസ്റ്റേ കയറലും എനിക്കാകെ വെറുപ്പായി തുടങ്ങി. പിന്നെ നിനക്ക് എന്ത് പണിയാണ് വേറെ വേണ്ടത്? എടാ ഇതൊക്കെ വറ്റ് വിലങ്ങത്ത് കുത്തുന്നോണ്ട് തോന്നുകയാണ്. എന്താ ഈ ജോലിക്കൊരു കുഴപ്പം? അതേ ഈ ജോലി കിട്ടിയതുകൊണ്ടുള്ള തോന്നലാ നിന്റെ. ഇത് കിട്ടാത്ത എത്രയോ ആൾക്കാർ പുറത്തില്ലേ? അപ്പൊ അവരെ പറ്റി എന്താ ആലോചിക്കാത്തത്? ആലോചിക്കാഞ്ഞിട്ടല്ല, ഇപ്പൊ ഈ നമ്മുടെ ഈ ജോലിക്ക് വന്നവർ തന്നെ ഡിപ്പാർട്ട്മെന്റ് മാറണല്ലേ. ഒരു ചേഞ്ച് വേണ്ടേ മനുഷ്യന്? അതെങ്ങനെ ഡിപ്പാർട്ട്മെന്റ് മാറും? അതിനുള്ള യോഗ്യത വേണ്ടേ? യോഗ്യത കനക വല്ല റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ പിയൂണായാൽ പോരെ? വെറുതെ പൈസ മേടിച്ച് പോക്കലിലോട്ട് വെച്ചാൽ മതി. നമ്മുടെ അങ്ങനെയാണോ? എടാ പൊട്ട, അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത വേണ്ടേ? നിനക്ക് എന്ത് കുന്തുണ്ട്? നിനക്ക് പറ്റിയ പണി തന്നെയാണ്. ഞാൻ നന്നാണ്, നിനക്ക് കണ്ടുകൂടല്ല. ഇതിന് എന്താ ചേഞ്ച് ഉള്ളത്? നീ ഒന്ന് പറ. ചേഞ്ച് ഉണ്ട്. മറ്റേ ഷോക്കടിച്ച് തലതല്ലി നിലത്ത് വീഴുമ്പോ. പണ്ടാറക്കാല നിന്റെ കരിനാക്ക് വിളിച്ചൊന്നും പറയേണ്ടിരിക്കും നീ. ഹലോ, എന്താ ചമന്തി? നീ ആവേശം കാണിക്കാത്ത കാര്യം എന്താന്ന് പറ. ചന്തു? ഏത് ചന്തു? മാവേലിക്കരത്ത് അമ്മാവൻ്റെയാ? അമ്മാവൻ്റെ മനാ? വന്നോട്ടെ. അതിനെന്താ? വന്നോട്ടേന്ന്. ഇനിയിപ്പോൾ ചന്തു വരുന്നു എന്നുള്ളതുകൊണ്ട് ഞാനെന്താ തുള്ളിച്ചാടണ? ശരി, ഓക്കെ. വെച്ചോ. ശരി ഏട്ടാ. അമ്മ ചന്തോട്ട് വരുന്നത്. എന്റെ അമ്മാവിന്റെ മോനില്ലേ ഗൾഫിലല്ലേ? മാവേലിക്കരയിലെ. ഓ, പണ്ടം കണ്ട വന്ന മാവേലിക്കരയിലെ ഒരു അമ്മാവൻ, ആ ചത്തുപോയ അങ്ങേരുടെ മോൻ. അമ്മ അങ്ങനെ പറയല്ലേ, മരിച്ചുപോയത്. ഓ പിന്നെ മരിച്ചുപോയി. എത്ര കാലമായി പോയിട്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നുണ്ടാവൂല്ലേ? പ്രായമൊക്കെ ആയി കാണും. അങ്ങനെ അത്ര പ്രായമൊന്നും ആയിട്ടുണ്ടാവില്ല. എന്നാലും കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടി ഗൾഫിൽ പോയതല്ലേ? എല്ലാരും അങ്ങനെ തന്നെ. നാട്ടിൽ നല്ല ജോലിയുള്ളവരാരും ഗൾഫിൽ പോകത്തില്ല. കഷ്ടപ്പെടുന്നവർ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടുന്നത്. എന്നാലും ഒന്ന് 2-3 വർഷമായില്ലേ ഇങ്ങോട്ട് വന്നിട്ട്? എനിക്ക് കാണാൻ കൊതിയാവണു. ഇതെന്താ ഇടയ്ക്ക് വന്നാലല്ലേ? അങ്ങനെ ചാടിപ്പരണ്ട് ഓടി വരാനൊന്നും ഒക്കത്തില്ല. ജോലി കിട്ടിയ അവധിയൊക്കെ ആവുമ്പോഴല്ലേ വരാൻ പറ്റൂ. അതാ എപ്പോഴും അവിടെ തിരക്കാന്നേ. വല്ലപ്പോഴല്ലേ ഒന്ന് വിളിക്കണ എന്നെ. എന്നാലും വരുന്നുണ്ടല്ലോ അല്ലേ? വരട്ടെ. അമ്മയ്ക്ക് അറിയാവുന്നേ, കുഞ്ഞിലെ ഞങ്ങള് കളിക്കുമല്ലോ. കളിക്കുമ്പം സകല കുറുമ്പ് ഞാൻ ഒപ്പിക്കും കേട്ടോ. പാവം ചന്തുവേട്ടൻ അടി കിട്ടും അവസാനം. കുറുമ്പിന് ഇപ്പോഴും നിനക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പോഴും നീ കുറുമ്പ് തന്നെ കാണിക്കുന്നു ഇവിടെ. എന്റെ ചെറുക്കനായോണ്ട് ഒക്കെ സഹിച്ചൊക്കെ കിടക്കുന്നു. ഒരു ചെറുക്കൻ. പിന്നെ അമ്മേ, ഈ ചന്തുവേട്ടനുണ്ടല്ലോ, ആളൊരു ശുദ്ധനാണേ. എല്ലാ കാര്യവും നല്ല വൃത്തിയായിട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അവസാനം ചെയ്തു വരുമ്പോ മൊത്തം കുറ്റം ചന്തുവേട്ടന്റെ ഭാഗത്തായിരിക്കും. എടി അങ്ങനെ ചില ശുദ്ധന്മാര് ദുഷ്ടന്റെ ഫലം ചെയ്യും. ചിലർക്ക് ഇങ്ങനത്തെ അബദ്ധവും പറ്റും. അതാണ് ശുദ്ധന്മാര് ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് പറയുന്നത്. ആട്ടൊന്ന് വേഗം വന്നാൽ മതിയായിരുന്നു. കാണാൻ കൊതിയാവോ? വലിയ തുള്ളലൊന്നും വേണ്ട. അല്ല, എന്റെ ചെറുക്കനെ വിഷമിപ്പിക്കാനൊന്നും തുടങ്ങരുത് കേട്ടാ. അല്ല, കൊച്ചിലെ ഉള്ള സ്വഭാവം ഒന്നും ഇപ്പൊ കാണിക്കരുത്. അങ്ങനെ ഇതിന്റെ കല്യാണം കഴിഞ്ഞ് നീ ഒരു പെൺപിള്ളയാണ് ഇപ്പൊ ഒരുത്തന്റെ. അമ്മയുടെ ആങ്ങളെ വരുമ്പോ അമ്മ ഇവിടെ കിടന്ന് തുള്ളിച്ചാടാറുണ്ടല്ലോ. എടി, അതുപോലെയാണ് അമ്മാവന്റെ മോൻ വരുമ്പം. അതെന്റെ സഹോദരനല്ലേ? ശരി, അപ്പൊ ഇതെന്റെ ആങ്ങളെയല്ലേ? എടി, എന്നിരുന്നാലും അങ്ങനെയല്ല. നീ അന്യ വീട്ടിൽ നിന്ന് ഇവിടെ വന്നവളാണ്, അറിയാമോ? പോമേ അവിടുന്ന്. ഒന്ന് പോമേ. എന്തായാലും അവൻ വരട്ടെ. അല്ല, അവൻ വരുന്ന സന്തോഷത്തിൽ നിന്നൊന്നും ഉണ്ടാക്കുന്നില്ലേ? അമ്മ ഉണ്ടാക്കും. പിന്നെടി ജോലിയടി അങ്ങോട്ട് അമ്മാവന്റെ മോനെ കാത്തിരുന്ന് കൊണ്ടോളം ഉണ്ടാക്കുന്ന സ്വഭാവം. ചന്തുവേട്ടന് ഇഷ്ടമുള്ളത് ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം. കൊടുക്കാം. ഞാൻ കഴിയായിരുന്നോ? കഴി തന്നെ തരിയുന്നത്. അമ്മേ, എന്തൊക്കെ വാങ്ങണമെന്ന് ഒരു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം നമുക്ക് ചന്തയുടെ വന്നതിന് മുമ്പ്, അല്ലേ? എടി, അത് നിന്റെ അമ്മാവന്റെ മോനിൽ അങ്ങനെ അങ്ങൊന്നും വേണ്ട. പിന്നെ ആദ്യമായിട്ട് വരുന്നോണ്ട് എന്തെങ്കിലും ഒന്ന് വേണം, അത്ര മതി. അങ്ങനെയല്ല, നാട്ടിലില്ലല്ലോ. നമ്മുടെ നാടൻ വിഭവം പറഞ്ഞു. അതുകൊണ്ട് നാടൻ വിഭവം എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. ഞാൻ ആലോചിക്കും എന്തൊക്കെ വേണോന്ന്. അമ്മ ഇതൊന്ന് ശരിയാക്കമ്മേ, ഞാൻ ആലോചിക്കട്ടെ. ആലോചിച്ചോണ്ടിരുന്നോ നീ? അല്ല, ഇപ്പൊ ആരാണ് ഈ ചന്തു? ചന്തു നമ്മുടെ മാവേലിക്കരയുള്ള അമ്മാവന്റെ മോൻ. ഇവളുടെ മുറച്ചെറുക്കനെ ജമന്തിയുടെ. എനിക്കങ്ങോട്ട് പിടുത്തം കിട്ടിയില്ലല്ലോ. എടാ, നമ്മള് മരിച്ചിട്ട് പോയില്ലേ? മാവേലിക്കരയുള്ള അമ്മാവൻ മരിച്ചിട്ട് നമ്മൾ രണ്ടു പോയില്ലേ? അന്ന് അവൻ എത്താൻ പറ്റിയില്ല, അവൻ ഗൾഫിലായിരുന്നില്ലേ? അതന്നെ. ഇപ്പൊ അവൻ വരണേണല്ലേ? സത്യത്തിൽ ഈ
ചന്തു ഉണ്ടല്ലോ, ചന്തു ജമന്തിയെ കെട്ടായിരുന്നതാ. അത് ശരി. ആ ചെറുപ്പത്തിൽ അവർ തമ്മിൽ എന്തോ ഒരു അടുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജാതകമൊന്നും ശരിയായില്ല എന്നുള്ളതുകൊണ്ട് കല്യാണമൊക്കെ കാൻസിപ്പോയി. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കും പുള്ളി കേട്ടോ. ഗൾഫിൽ നിന്നൊക്കെ ഇടയ്ക്ക് വിളിക്കുക, ഞാനോട്ട് സംസാരിക്കാറുണ്ട്, ജമന്തിക്ക് വിളിക്കാറുണ്ട്. അവരെന്തൊക്കെയോ അങ്ങനെ സംസാരിക്കും. ഞാൻ പിന്നെ എന്താ ഏതാണെന്ന് ചോദിക്കാറില്ല, വെറുതെ കുടുംബകലഹം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എനിക്കതിൽ എന്തോ ഒരു ലക്ഷണക്കേട് തോന്നുന്നുണ്ട് തന്നെ. ഒന്നാമത്തെ ഇവന്റെ പേര് തന്നെ ഒരു ഗുണമല്ല. ചന്തു എന്നല്ലേ പറഞ്ഞത്? ആ അവൻ ചിലപ്പോ ചതിക്കാൻ സാധ്യതയുണ്ട്. നിന്റെ ഒരു കണ്ണുള്ള നല്ലതാണ് ഏതായാലും ഇവൻ വരണ സ്ഥിതി കേട്ടാ. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഇവിടെ പെണ്ണുങ്ങളുടെ മനസ്സല്ലേ മാറിപ്പോവാൻ നിസ്സാര നേരം മതി. നീ പത്രമൊന്നും വായിക്കണില്ല. അപ്പ ഇന്നാള് 2 കുട്ടികളുള്ള ഒരു പെണ്ണും പിള്ളയാണ് ഭർത്താവിന് ഇടേണ്ട ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയി. അത് പോയവനാ 18 വയസ്സുള്ള പയ്യനാണ്. ഈ നമ്മുടെ മറ്റൊരു ജ്യോതിഷനുണ്ടല്ല, ഒരു പ്രശസ്തനായ പുള്ളിയുടെ വൈഫ് ഉണ്ടല്ല, അയാളുടെ ഡ്രൈവറുടെ കൂടെ പോയി. ഇയാളെ എല്ലാവരുടെയും ഭാവി പറയുന്ന ആളാണ്. പക്ഷെ അയാളുടെ വീട്ടിൽ അയാൾക്ക് അറിയാൻ പറ്റിയില്ല. അതുപോലെയാണ് കനക ഞാൻ പറയണത്, നീ ഈ നാട്ടിലെ മുഴുവൻ ലൈനും വലിച്ച് നടന്നു, ശ്രദ്ധിച്ചില്ലേ നിന്റെ വീട്ടിലെ ലൈൻ പൊട്ടും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാൻ ഇപ്പൊ എന്തിനാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? അല്ല, ഞാൻ കൂട്ടുകാരെന്നുള്ള നിലക്ക് നിന്നോട് പറഞ്ഞതേ ഉള്ളൂ. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവനവന് കൊള്ളാം. നീ ഇങ്ങനെ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നിൽക്കുന്ന എന്തിനാന്ന് ഞാൻ അതന്നെ ആലോചിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ലാന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവനവന് കൊള്ളാം. പഴയ കാലമൊന്നുമല്ല. ഒന്നാമത്തെ ഇവനൊക്കെ പെണ്ണും കെട്ടാതെ നിൽക്കുകയാണ്. നീ ചുമ്മാ അതും പറയാതെ എണീറ്റപ്പോ. ആ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നീ 2 ദിവസം ലീവ് എടുക്കുകയാണ് നല്ലത്. വീട്ടിൽ നിന്നോ. ശരിയെന്നാ. അല്ല വാ, ഒരു ചായ കുടിച്ചിട്ട് പോവാ. അന്നൊരു ചായ ആകാല്ലേ? വാ. അല്ല, എന്താ ഞാൻ എന്ത് ചെയ്ത്? പുതിയ ചുരിദാറൊക്കെ ഇട്ട് സുന്ദരിയായിട്ടുണ്ടല്ലോ. ലോട്ടറി വല്ലതും അടിച്ചാ? ലോട്ടറി തന്നെയാ. എന്റെ ചന്തോട്ടം വന്നിട്ട് ഗൾഫിന്ന്. ഭയങ്കര പൈസക്കാരനാ. പക്ഷെ അതിന്റെ അഹങ്കാരം ഒന്നുമില്ല കേട്ടോ. പാവാ, ഭയങ്കര തമാശക്കാരനാ. അപ്പൊ 2 ദിവസം വന്ന് നിൽക്കണമല്ലോ, കുറച്ച് തമാശ പഠിക്കാല്ല അല്ലേ? അതെ, ചന്തോട്ടം പോണതിന് മുമ്പ് നിങ്ങളോട് തന്നെ ഞാൻ പരിചയപ്പെടുത്തി തരാം. പിന്നെ ജോലി എന്തെങ്കിലും വേണമെങ്കിൽ ചന്തോട്ടനോട് പറഞ്ഞാൽ മതി. ഗൾഫിലൊക്കെ നല്ല പിടിയാ. ഞാൻ ഇന്ന് രാവിലെ ഇവനോട് പറഞ്ഞോളൂ ഈ കാര്യം. എന്താ ഗൾഫിൽ പോണോന്നോ? ഗൾഫിൽ പോണല്ലോ, ഈ പണിയൊക്കെ ഒന്ന് നിർത്തി വേറെ എന്തെങ്കിലും ഒരു സംവിധാനം നോക്കാല്ലാന്ന്. എന്നാ ചന്തോട്ടനോട് ഞാൻ പറയാം, ശരിയാക്കാം. നീ ഒന്ന് പറഞ്ഞേരി. ഏതായാലും ഒരു ചാൻസ് കിട്ടിയാ പോവാല്ല. അല്ല, അമ്മ എന്താ ഉണ്ടാക്കണ? അല്ല ഒന്നുമില്ല. എടാ, ഇവിടെ എനിക്ക് പാകത്തിനുള്ള ചുരിദാർ കിട്ടുമോ? ഉണ്ടെങ്കിൽ ഒരു ചുരിദാർ വാങ്ങിച്ചോണ്ടോ. ചുരിദാറോ? നിങ്ങൾക്ക് എന്തിനാ ചുരിദാർ? ഇപ്പം ഈ സാരി ഒന്നും പോരെ? നന്ദുവേട്ടൻ വരുന്നത് പറയുന്നത് ചന്തുവേട്ടൻ. ഞാനത് അങ്ങ് വിട്ടു. ചന്തുവേട്ടൻ വരുന്നത് പറഞ്ഞ് കുറേ നേരം ഉടനെ തുള്ളിച്ചാടുന്നത്. ഞാൻ എന്താ പറഞ്ഞ എൻ്റെ വൃത്തിയായിട്ട് മെനയിട്ടൊക്കെ ഒന്ന് തോന്നണമെന്ന് പറഞ്ഞു. അല്ല, വൃത്തിയായിട്ട് മെനയിട്ടൊക്കെ ഒന്ന് നിൽക്കാൻ പറഞ്ഞേ. അമ്മേ, ഞാൻ ചുരിദാർ ഇടാൻ പറഞ്ഞില്ലല്ലോ. കുറച്ച് വൃത്തിക്ക് നിൽക്കണമെന്ന് പറഞ്ഞു. അതിനിപ്പോ എന്താ തുള്ളലുണ്ട്? എന്താ അമ്മയ്ക്ക് എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്ന ഇഷ്ടമല്ല. അത് ഇഷ്ടമില്ല. അതാ തേരാ പാര കുറേ നാൾ കയറി ഇറങ്ങി നടന്നത് ഓരോന്ന്. എന്താ അമ്മേ? ദേ ഫാസിലെ, എന്റെ കല്യാണത്തിന് ഞാൻ ഇട്ട സ്വർണ്ണല്ലേ, അതില് പകുതിയും ചന്തോട്ടം കൊണ്ടുവന്നാ. അപ്പൊ ചന്തോട്ടം വരുമ്പോ ഞാൻ സന്തോഷിക്കൂലേ? പിന്നെ സന്തോഷിക്കട്ടെ അമ്മേ, അതിന് കുഴപ്പമൊന്നുമില്ല. നീ വിട്ടോ, ചായ നമുക്ക് പിന്നെ കുടിക്കാം. അല്ല ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്താ നോക്കണേ? ആ ഗൾഫിൽ പോണതല്ലേ? ഞാൻ പറഞ്ഞ ശരിയാക്കാം. ഒന്ന് പറയണേ. ഞാൻ പറയാം. നീ വന്നോണ്ട് വന്നേ. പറഞ്ഞത് കേട്ടില്ലേ? എടുക്കാൻ ചെലടി അങ്ങോട്ട്. എന്തു കഷ്ടം എന്ന് പറയാ. നന്ദുവട്ടം ചന്തുവട്ടം കിന്തുവട്ടം. അമ്മ എന്തിനാ വെച്ചെടുക്കണേ? എന്താ ഒന്നുമില്ല. കൂട്ടുകാരാ തല്ല് പിടിക്കാനാണെങ്കിൽ ഇല്ല ഞാൻ അളിയല്ലേ. ഞാൻ 100 രൂപ വെച്ചിരുന്ന കണ്ടില്ല. ഒന്നും കിട്ടിയില്ല. കിട്ടിയില്ല അല്ലേ? അളി എന്ത് ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കണേ? ഒന്നുമില്ല, വെറുതെ ഇരുന്നതാ. അതേ, ജമന്തിയുടെ മുറച്ചിറക്കം വരുന്നുണ്ട് ഗൾഫിൽ നിന്ന്. അവള് ഇടക്കിടക്ക് പറയാറുണ്ട് ഗൾഫിലേക്ക് മുറച്ചിറക്കണുണ്ട് അവക്ക്.
ഇവിടെ വരണോ? എന്താ ചെക്കന്റെ പേര്? എന്താ ചന്തു ചന്തു. ചന്തുവാ? കൊച്ചെറുക്കനാ? കൊച്ചു ചെറുക്കനൊന്നുമല്ല, അവളെ മുറച്ചെറുക്കനല്ലേ. ആ അളി ഇവിടെ വരുവളിയാ? ആ ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് കൊള്ളാലോ. ആഹാ. അപ്പൊ അതിന് വേണ്ടിട്ടായിരിക്കും ഭയങ്കര ഒരുങ്ങലുണ്ടായോള്. ആ മുടി ചീകുന്ന്, കണ്ണെഴുതുന്ന്, പൊട്ടുകൊത്തുന്ന്, എന്നിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടാ ദുഷ്ടത്തി. പിന്നെ അതിന് ഒരുങ്ങണ കാര്യമൊക്കെ നിന്നോട് പറയും. എടി അവളുടെ കുടുംബത്തിൽ നിന്ന് അവള് ബ്യൂട്ടി പാർലറിൽ പോകുമ്പോ എന്നിട്ട് എന്നോട് പറഞ്ഞില്ലടാ. അത് കുടുംബത്തിൽ നിന്ന് ഒരാൾ വരുമ്പോൾ അവൾ നിൽക്കേണ്ട രീതിയിലൊക്കെ നിൽക്കണ്ടേ, ഇല്ലെങ്കിൽ പിന്നെ എവനല്ലേ കുറച്ചില്. അതുകൊണ്ടായിരിക്കും. ആ അത് കൊള്ളാം. നീ എന്തിനാ ഇഞ്ചി എന്ന പറഞ്ഞ പോലെ ഇരിക്കണത്? നിനക്കൊരു സന്തോഷം ഇല്ലാതിരിക്കണത്? ഞാൻ ഇതോടെ തുള്ളിച്ചാടണ. ഒരാളല്ലേ എന്തളിയാ മൊത്തത്തില് വശപ്പശ കണ്ടല്ലോ. എന്താ ഒന്നുമില്ലെന്ന്. ഒന്നുമില്ല. പിന്നെ ആ ഗൾഫുകാരൻ വരുമ്പോണ്ടല്ലോ അളിയാ, ഉണ്ടോ എന്ന് നോക്കണം നീ. സ്കോച്ചടി കുറേ നാളായി രണ്ടെണ്ണം കഴിച്ചിട്ട്. അളിയിൽ ചോദിക്കാൻ മടിയുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ചോദിച്ചോളാം. പിന്നെ അവൻ്റെ പെട്ടി ഒന്ന് പരിശോധിച്ചാൽ സ്പ്രേയോ ക്രീമോ സോപ്പൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യമുള്ളെങ്കിൽ എടുത്തോണം. ഗൾഫുകാരുടെ നമ്മൾ ചോദിക്കാൻ നിൽക്കരുത്, എല്ലാം എടുക്കുക, നമ്മൾ സ്വന്തമാക്കുക. ഇല്ലെങ്കിൽ എന്തില്ല അവൻ എന്തെങ്കിലും ഒരു സാധനം തരും, പിന്നെ നമുക്കൊന്ന് ചോദിക്കാനും പറ്റൂല. അളിയ നീ ആ സാധനേ സ്കോച്ച് ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കണം. എന്ത് നിനക്കെന്തൊരു സുഖക്കുറവ്? നീ പോയാട്. നിനക്ക് ചോദിക്കാൻ നാണം. അടേ ഞാൻ ചോദിച്ചോളാം കേട്ടാ. ഇങ്ങനെ ഒരു മണമില്ല, ഒരു ഗുണമില്ല ആളിയെ. ഗൾഫുകാരന്മാരുണ്ടെന്ന് പറഞ്ഞിട്ട്. ആള് മാറിപ്പോയോ? അല്ല തമാശ, അല്ലെങ്കിൽ പണ്ട് എങ്ങനെയുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ നാളെ ഉണങ്ങി പോയല്ല, വയറൊക്കെ പോയി അളിയുണ്ട്. പണ്ട് നല്ല കുട വയറൊക്കെ ഓർമ്മയില്ലേ? അമ്മ സുഖാണ്. എത്ര നാളായി കണ്ടിട്ട്. അമ്മയോ കുറെ നാളായില്ലേ കണ്ടിട്ട്? അതായിരിക്കും. ക്ലീറ്റോ ചേട്ടാ, ചേച്ചി ശരിക്ക് ഭാഗ്യം നീ എന്നെ മറന്നില്ലല്ലോ. എന്തോന്ന് അളിയാ ഇത് പറയണത്? ഞാൻ അങ്ങനെ മറക്കും? നമ്മൾ ഒരുമിച്ച് എത്രയോ നാൾ അടിച്ച് കറങ്ങിയൊക്കെ നടന്നില്ലേ? അല്ല സാധാരണ ഇവിടുന്ന് ഗൾഫിലോട്ട് പോയിട്ട് തിരിച്ചു വരുന്നമാര് നാടും വീടും നാട്ടുകാരെയൊക്കെ മറക്കല പതിവ്. ഞാൻ അങ്ങനെ എന്റെ പൊന്ന് ചേട്ടാ എന്തോന്ന് പറയുന്നത്? ഈ വണ്ടി നീ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയാ? കാറ് ഗൾഫിൽ നിന്ന് കൊണ്ടുവരാനാ? എന്തോന്നളിയാ, എന്തോന്ന് മണ്ടത്തരം പറയണത് ഇതൊക്കെ? അളിയാ ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നുമല്ല. നമ്മൾ ഫ്ലൈറ്റിൽ വന്ന് ഇവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ അവിടെ നിന്ന് റെന്റിന് കാർ എടുക്കാം. റെന്റിന് വാടകയ്ക്ക് നമ്മൾ സ്വന്തമായിട്ട് വണ്ടിയൊന്നുമില്ല. ഒരു 15 ദിവസത്തേക്ക് വേണ്ടി എന്തിനളിയാ ഒരു പുതിയ വണ്ടി എടുക്കണത്? പിന്നെ അളിയും പഴയ പോസ്റ്റിൽ കയറി കിടക്കൊക്കെ തന്നെ. ഇല്ലല്ല, ഞാൻ പോസ്റ്റിൽ ചോട്ടിലേക്ക് ചെന്ന് നിന്നാ മതി, പോസ്റ്റിങ് വളഞ്ഞു വരും. ഭയങ്കര പഴയ ആസ്തി തന്നെ. പിന്നെ നമുക്ക് സാധനം ഉണ്ടല്ലേ വലുത് ഇത്രയുണ്ട്, ഒരെണ്ണം ഇരിപ്പുണ്ട്. നമുക്ക് വൈകുന്നേരം കൂടാം. അല്ല അടിയൊക്കെ നിർത്തിയല്ലോ. ആര് പറഞ്ഞു? ഇവ തമാശ പറയണത്. ഞാൻ എവനുമായിട്ടുള്ള അടി നിർത്തി, കാരണം കൊള്ളൂല നമ്മളെ കൂട്ടി ഇത് കഴിക്കാൻ. പുറത്തുനിന്ന് ഇതുപോലെ ഏതെങ്കിലും VIP വരുമ്പോ ഞാൻ ഇപ്പൊ കൂടാറുള്ളൂ. അളിയനെ വീണ്ടും ആണ്ടിറക്കം ബിജു, അതാണ് VIP. അളിയന്റെ പഴയ കൂട്ടുകാരറിയല്ലേ. പിന്നെ നമ്മൾ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, എനിക്ക് നല്ല വിശപ്പുണ്ട് അളിയാ. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. നീ ഇത്തിരി കളർ വെച്ചല്ലടാ. ആര്? ഞാനാ? ഞാനിപ്പോ നല്ലൊരു സൂപ്പർ ക്രീം അല്ലേ അവിടെ ദുബായിൽ തേക്കുന്നത്. അതെ, പിന്നെ ഒരു അടിപൊളി ക്രീം. വെളുക്കുവോ?
വിളിക്കുവോ? പിന്നെ വിളിക്കാതെ ഞാൻ ഇപ്പൊ വിളിച്ചിരിക്കുന്നു. ഇരിപ്പുണ്ടോ നിന്റെ? ഞാൻ ഉപയോഗിക്കുന്ന ഒരെണ്ണം ഞാൻ വണ്ടിക്കകത്ത് അത് പോകുമ്പോ എനിക്ക് തന്നിട്ട് പോകുമ്പോ. അളിയനാ ആക്ക് ചേച്ചിക്ക് കൊടുക്കാനാ? അവർക്ക് ഇഷ്ടമല്ല അത് ക്രീം. എനിക്ക് വേണ്ടി തന്നെ. ചുമ്മാ നാത്തൂന് വെളുക്കാൻ ആണാ? തരും തരും. അമ്മ ഏട്ടാ ഒരെണ്ണം കൊടുക്കണേ. ഒരെണ്ണം തരാം. അപ്പൊ നീ എന്തായാലും കഴിക്കാട്. അളിയാ വാ അളിയാ അങ്ങോട്ട്. എന്താ വേണ്ട, ജ്യൂസ് എന്തിനു നോക്കിക്കണ കേറി വാ. എന്തെങ്കിലും കഴിക്കാന്ന്. നല്ല ചെറുക്കൻ കേട്ടോ. അവനൊരിത്തിരി കൂടുതലല്ലേടാ, അല്ലെങ്കിൽ അവളെങ്കിലും ഒന്ന് ഒതുങ്ങി കൊടുക്കണ്ടേ? കൊള്ളാലോ ഇതിന്റെ കിച്ചൺ. കൊള്ളാം കേട്ടോ, നല്ല സൂപ്പർ കിച്ചൺ, വൃത്തിയുണ്ട്. പിന്നെ ജമന്തി നോക്ക്, ഇതാ അക്ഷരാസന കബിൽ ഇന്റെ വാഹിദ് സൈൻ വാഹിദ് ഖാലു അൽഹൈൻ മാഫി സൈൻ كل خلاص انت ما في زين الحين ما في خلو ما في ثاني نفر ما في شغل ما في എന്താ ايوه سامسونج എന്ത് അറബി എന്താ പറഞ്ഞേ? നിന്നെ പറ്റി ഞാൻ കുറച്ച് കാര്യം പറഞ്ഞതല്ലേ. എന്നെ പറ്റിയോ? ഓ. എന്താന്ന് പറ. അതൊക്കെ കൊണ്ട് അളിയൻ വരട്ടെ. പാരത് എന്തേട്ടാ? എടി അളിയൻ വന്നിട്ട് ഞാൻ പറഞ്ഞുതരാന്ന്. എന്താ ആളിയനുള്ളപ്പോഴേ പറയുള്ളൂ? അളിയുള്ളപ്പോഴേ ഞാൻ പറയുള്ളൂ. ദേ ഇപ്പൊ പറഞ്ഞില്ലേ ഞാൻ ചായ തരില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ എനിക്ക് ചായ തരൂല. അതാ ഞാൻ പറയാം. നീ ഒരു കാര്യം ചെയ്യ്, നീ ചായയൊക്കെ പോയി. ഇതെന്തോ ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത്? എന്താ ഇത് നേരെ അടയ്ക്കണം, ഇങ്ങനെയല്ല അടയ്ക്കേണ്ടത്, മനസ്സിലായില്ലേ? ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ കൂടെ പാറ്റയൊക്കെ കയറി വരില്ലേ? പിന്നെ ഇവിടെ പാറ്റയൊന്നുമില്ല. പാറ്റ ഇല്ല. പാറ്റയില്ലേ? എന്നാ വരും ഉടനെ തന്നെ. ചീനച്ചട്ടിയാ അല്ല, ഇത് ഉണ്ണിയപ്പുണ്ടാക്കുന്ന സാധനം ഇതേപോലെ കുട്ട. സത്യം. ഇതേ വേറൊരു കേസ് കിട്ടും. എന്താ ഓർമ്മയില്ലേ അതൊക്കെ? ഇപ്പൊ എന്തിനാ അത് പറഞ്ഞേ? ഓർമ്മയില്ലേ? ഓർമ്മയ്ക്ക് എന്താ എന്തിനാ ഇപ്പൊ പറഞ്ഞേ? അതില്ല, ഇപ്പോഴും എനിക്ക് അത് ഞാൻ ഒരിക്കലും മറക്കാത്ത സംഭവമായിരുന്നില്ലേ. അയ്യോ മറക്കത്ത് സംഭവം കൊല്ലിനോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ ഗൾഫിൽ എത്ര രാത്രികൾ ഞാൻ അത് ആലോചിച്ചിട്ടുണ്ടെന്നറിയാം. ഓ എന്തോ സത്യം മറക്കാൻ പറ്റൂല്ലോ. എന്താടാ? ഒന്നുമില്ല. ഒന്നുമില്ലാതെ അങ്ങനെ വരൂലല്ലോ അളിയൻ. എന്താന്ന്? ഒന്നുമില്ല, ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ, അത്രേ ഉള്ളൂ. എന്തോ കാര്യം സാധിക്കാനുണ്ട് മോനെ. പറ, എന്താ പറയടാ. എങ്ങനെ ഇതൊക്കെ പറയാ, എനിക്ക് പറയാനും വയ്യ. അതെ, അവളുടെ മുറച്ചെറുക്കം വന്നിട്ടില്ലേ, ചന്തു എന്ന് പറയുന്ന ഒരുത്തൻ, അവനാളത്ര ശരിയല്ല. എന്താ എന്താ അവനാള് ശരിയല്ല. അതന്നെ. അതിനെന്താന്നുള്ളത് ഞാൻ കണ്ടു. എന്ത് കണ്ടു? ഞാൻ അവർ രണ്ടാളെയും കൂടി കണ്ടു അടുക്കളയിൽ വെച്ചിട്ട് അവരുടെ പെരുമാറ്റം എനിക്കത് പിടിച്ചില്ല. അതിന് നീ ഇവിടെ വന്നിരിക്കണേ? പിന്നെ ഞാൻ പിന്നെ അത് കണ്ടോണ്ട് അവിടെ ഇരിക്കണം. എനിക്കത് കണ്ടോണ്ട് നിൽക്കാൻ തോന്നിയില്ല, അപ്പൊ ഞാൻ അങ്ങോട്ട് പോന്നു. കനക, ഓരോ വേഷം കെട്ട് വർത്താനം പറയല്ലേ കനക. ഈ വർത്താനം എന്താ ഇവിടെ വെച്ച് നിർത്തിക്കോ. തീക്കൊള്ളിയും കൊണ്ട് തലചൊറിയരുത്. നീ എന്താ പറയണേന്ന് വല്ല മനസ്സിലാവണ്ടോ നിനക്ക്? നീ എന്താ പറയണെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് നല്ല ബോധ്യമുണ്ട്. നീ അതൊന്ന് പോയി കാണാദ്യം. നിങ്ങളുടെ അവളെ എന്റെ ഭാര്യയല്ലേ, എന്റെ ഭാര്യയല്ലേ അവള്. എന്നിട്ട് അവള് പെരുമാറണ എങ്ങനെ പോയി നോക്ക് നീ. എടാ, അവര് കുഞ്ഞിലെ മുതൽ കണ്ട് കളിച്ചു വളർന്ന ആൾക്കാരല്ലേ. കുഞ്ഞിലെ കളിച്ചതൊക്കെ കുഞ്ഞിൽ വെച്ച് തീർത്തോളണം, ഇപ്പോഴാണോ? ഇവൻ എടാ, നീ എന്താ പറയാ? കണ്ടിക്കോട്ട് സംശയ രോഗികളെ പോലെ പെരുമാറില്ലടാ നീ. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന് അറിയോ നിനക്ക്? അതിന് ഇത്രയും കാലത്തിനടുക്ക് അവൾ എന്തെങ്കിലും അങ്ങനെ മോശക്കേട് വരുത്തിയിട്ടുണ്ടോ? അവള് മോശം പേരൊന്നും ഉണ്ടാകില്ല. ഇത് മാറാൻ അത്ര സമയമൊന്നും വേണ്ടല്ലോ. അങ്ങനെയാണ് അവിടുത്തെ പെരുമാറ്റം കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത് നമ്മളെ വീട് തന്നെ അല്ലേ? ഞാൻ പെട്ടെന്ന് എനിക്ക് വീട് മാറിപ്പോയെന്ന് തോന്നിയേ. കളിയോ എന്നാണ്ടളിയാ? എന്തെന്ന് അവനെ ഓരോ കൊസ്രാക്കൊള്ളി ഒപ്പിച്ചിട്ട് വന്നേക്കണതാ കാണണേ. എന്ത് പറ്റി പറയളിയാ? നോക്കണോണ്ടില്ലേ? എന്താ കളിയാ പ്രശ്നം? പറ അങ്ങോട്ട്. പറയളിയാ, എന്ത് പറ്റി?
അവളുടെ മറ്റേ മുറച്ചെറുക്കണ്ടല്ലോ, ആ ചന്തു. ആ അത് അവർ രണ്ടുപേരും അത്ര ശരിയല്ല. അവർ ഒരാളല്ലേ ഉള്ളൂ ചന്തു. അതെ, ജമന്തിയും അവനും കൂടി ഉണ്ടല്ലോ. അത് നീ എന്തറിഞ്ഞിട്ടാണ് തങ്ക ഈ പറയണത്? നിനക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ നീ പോയി എനിക്കൊരു സത്യാവസ്ഥ അറിയണ്ട, അങ്ങനെ ചെയ്യൂല എന്നുള്ളത് എനിക്ക് ഉറപ്പാ. അതുകൊണ്ടാ ആണുങ്ങൾ അളിയും പറയലിയ എന്റെ ക്ലീറ്റോ ഒന്നുമില്ല. നീ പറ അളിയും പറഞ്ഞേ എന്തോ കാണിച്ചോ? പറയൂ, കാര്യം പറയൂ. വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞ് അങ്ങ് പോയി. പിന്നെ ഇവര് രണ്ടുപേരും കൂടെ അടുക്കളയിൽ പോയിട്ട് പിന്നെ കോഴിക്കറി ഉണ്ടാക്കുക എന്നുള്ള പേരും പറഞ്ഞ് കോഴിക്കറി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വെറുതെ എന്തോ ആവശ്യത്തിന് വേണ്ടി ഞാൻ അങ്ങോട്ട് ചെന്നതാ. അപ്പൊ അവര് ദേഹത്തൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇതാക്കിയിട്ട് പിന്നെ കവളത്തൊക്കെ പിടിച്ച് ചിരിക്കണ്, കളിക്കണ്. മിണ്ടരുത്. കൊച്ചിലെ കഞ്ഞിയും കറിയും ഒക്കെ വെച്ച് കളിച്ചെന്ന് പറഞ്ഞു ഇപ്പോഴും കഞ്ഞിയും കറിയും വെച്ച് കളിച്ചാലേ അത് വിവരം അറിയും. ഇവനെ ഞാൻ തൊടണ്ടല്ലോ, എന്നിട്ട് കുഴപ്പമില്ലല്ലോ ആർക്കും. നീ എന്നെ പിടിക്കണ ഭാര്യയാണോ തങ്ക? അവള് അവര് കൂടപ്പുറപ്പുള്ള പോലെയാണെങ്കിൽ അങ്ങോട്ടും അതെ എടി, നിനക്ക് ആണുങ്ങളുടെ മനസ്സ് അറിയാൻ പറ്റില്ല. എന്തെന്ന്? ഞങ്ങള് ഭാര്യമാരെ കാണുന്നത് അത്രയും പവിത്രതായിട്ടാണ്. എന്നിട്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ദുഷിച്ച ചിന്തയും കൊണ്ട് നടക്കണേ. ദുഷിച്ച പിന്നെ അളിയ അത് കണ്ടെത്തിയത് തെറ്റാ. മോനെ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവര് നമ്മുടെ അടുക്കളയിൽ നിന്നാ പണിയെടുക്കണത്. അവിടെ നീയുണ്ട്, അമ്മയുണ്ട്. അങ്ങനെ എന്തെങ്കിലും കള്ളത്തിലുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യോ? അവര് മാറിയല്ലേ നിക്കുള്ളൂ. എടി പോത്തെ, ഇത്രയും ആൾക്കാർ നിൽക്കുമ്പോ ഇതുപോലുള്ള ചെറ്റത്തരം കാണിക്കണമാരെയാണ് സൂക്ഷിക്കേണ്ടത്. അതാ ഞാൻ പറയണത്. അത് അളിയൻ പറഞ്ഞ കാര്യം. അനക, നീ വെറുതെ ഓരോന്ന് തെറ്റിദ്ധരിച്ച് ജീവിതം കളയല്ലേ. ക്ലീറ്റോ, ഇങ്ങനെയൊക്കെ ജീവിക്കണതും മരിക്കണല്ലേ നല്ലത്. പതുക്കെ പറ കേക്കണ്ട. ജീവിക്കണ അതെ. ഇത് ഇന്ന് അവിടെ, നാളെ ഇവിടെ വേർത്ത് ഇതുപോലെ കയറി വന്ന ഞാൻ കണ്ടോണ്ടൊന്നും നിൽക്കൂല. അല്ലേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. പറ. അവ ഇന്ന് ഇവിടെ രാത്രി നിൽക്കും. ഇന്ന് രാത്രി അവൻ ഇവിടെ ഉണ്ടാവും. നാളെ വെളുപ്പിന് അവനോട് പറഞ്ഞു വിടണം. അതെ, ഞാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മോശമാണ്, തറവാടിന് മോശമാണെന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടളിയാ, ഇന്ന് രാത്രി തന്നെ 2 എണ്ണം പൊട്ടിച്ചിട്ട് സാധനം വാരി ഇറക്കിയിട്ട് പറഞ്ഞു വിടണം. അളിയന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതൊന്നും വേണ്ട അളിയാ. അവൻ എങ്ങനെയെങ്കിലും രാവിലെ നൈസിലങ്ങ് പറഞ്ഞു വിട്ടാൽ മതി. പിന്നെ ഞാൻ അളിയൻ്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്, വേറൊന്നും വിചാരിക്കരുത്. കുറേ നാളായി എൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കേട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവനുണ്ടല്ലോ, ഇവൻ വരുന്നതിൻ്റെ കുറച്ച് നാൾ മുമ്പായിട്ട് തന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ ജമന്തി ആണെങ്കിൽ ഫോണുമായിട്ട് പല മൂലയ്ക്ക് നിൽക്കണത്. നിങ്ങൾ എന്തറിഞ്ഞിട്ടേ പറയണത്? ഉള്ള കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. കനക, ക്ലീറ്റോന്റെ വാക്ക് കേട്ട് നീ പെണ്ണുങ്ങള് ആണുങ്ങളാണ് ചിലവിന് തരണമെങ്കിൽ അതനുസരിച്ച് പറയണത് കേട്ട് മര്യാദയ്ക്ക് വീട്ടിൽ നിന്നോണം. ഞാൻ നിന്റെ കാല് പിടിക്കുക, എഴുന്നേറ്റ് ചെല്ലു. നീ ചുമ്മാ ഇക്കടി. അവൻ വിഷമിക്കണം. ആ വിഷമത്തിന് പരിഹാരം എനിക്കറിയാം ഉണ്ടാക്കി കൊടുക്കാൻ. ആണുങ്ങളെ വിഷമം മനസ്സിലാക്കാതെ അളയാ വിഷമിക്കണ്ട. വേണ്ട നീ പോയി അവന് ഇച്ചിരി കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും എടുത്തു. അവൻ പോകണ്ട, അവൻ ഇവിടെ ഇരിക്കട്ടെ. ഇച്ചിരി മനസ്സ് വിഷമമൊക്കെ ഒന്ന് മാറി സാവകാശം അങ്ങോട്ട് പോയാൽ മതി. വിഷമിക്കണ്ട. വേണ്ട, ഇലയ്ക്ക് മുള്ളിലും കേടില്ലാത്ത രീതിയിൽ ഈ കേസ് അളിയൻ കൈകാര്യം ചെയ്തു തരും. Alien versus Alien.